ഈ വഴി കൂടെ യാത്ര ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമാണ്, നല്ലൊരു വൈബാണ്. അതേപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് നേരെ നമുക്ക് ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോയി തിരിച്ച് അങ്ങോട്ട് പോയി നമുക്ക് അങ്ങനെ കറങ്ങി 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 അപ്പുറത്തിന് ഭവാനിപ്പുഴയിലേക്ക് എത്തണം. ഇതിൽ കൂടെ ഇപ്പോൾ ഒന്ന് നടക്കുമ്പോൾ നല്ലൊരു എനർജിയാണ്, ഒരു പോസിറ്റീവ് എനർജിയാണ്. തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ നദികളിൽ ഒന്നാട്ടോ ഈ കാണുന്ന ഭവാനിപ്പുഴ. ഇത് കാണുമ്പോൾ ഇപ്പോൾ ഈ പുഴയുടെ ഒരു അവസ്ഥ കാണുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നിലെ കാര്യം ഓർക്കുമ്പോൾ നമുക്ക് ഭയങ്കര വണ്ടറായി പോവാണ്. ഞാൻ കുറേ നേരം പുറത്ത് നിന്നിട്ട് എനിക്ക് ഇതിൻ്റെ അകത്ത് കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ വരുന്നത് ഭവാനിപ്പുഴയും അതിൻ്റെ വിശേഷങ്ങളും അവിടുത്തെ പരിസര പ്രദേശങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. ഒരു നൈസ് വീഡിയോ ആണ്. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണണം. നല്ല രസമായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ മൊത്തം കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിമനോഹരമായൊരു സ്ഥലങ്ങളാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് ഭവാനിപ്പുഴയുടെ, ഇതിപ്പോൾ ഭവാനിപ്പുഴയുടെ സ്റ്റാർട്ടിങ് പോയിൻ്റാണ്. ഇതാണ് ഭവാനിപ്പുഴ. കാണിച്ചുതരാം നിങ്ങൾക്ക്. കേരളത്തിൽ 44 നദികളുണ്ട്. 44 നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ 3 എണ്ണമാണ്. അതിലൊരു നദിയാണ് ഭവാനി. ആ നദിയുടെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ പാലമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2018 ഈ പാലത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. ഈ പാലത്തിൻ്റെ പേര് വരുന്നത് ചവടിയൂർ പാലം എന്നാണ് പറയുന്നത്. 2008 ഈ പാലത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. ചവടിയൂർ പാലത്തിൻ്റെ അടിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാണാനുണ്ട്. അതായത് ഇത് വലിയൊരു പുഴയാണെന്നാണ് നമ്മൾ പറഞ്ഞത്, ഭവാനിപ്പുഴ. ഈ പുഴേനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ഏരിയയിലെ ഒട്ടുമിക്ക ആൾക്കാരും, ഒരുവിധം എല്ലാ ആൾക്കാരും ഈ പുഴയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. ഇത് കണ്ട, ഒരുപാട് പേര് ഇവിടെ വന്ന് കുളിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട, അവിടെ പിള്ളേർ കുളിക്കുന്നുണ്ട്. അതേപോലെ ഒരുപാട് പേര് ഇപ്പുറത്ത് അലക്കുന്നുണ്ട്. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും ഈ പാലത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഈ പുഴയിൽ നോക്കിയിട്ട് വലിയ കാര്യമായിട്ടുള്ള വെള്ളം അങ്ങനെ കാണാനില്ല. ഭവാനിപ്പുഴയുടെ താഴത്ത് നിന്നിട്ടുള്ള ഒരു വീഡിയോസാണ് നമ്മൾ എടുക്കുന്നത്. നിങ്ങൾ ഈ കാണുന്ന ഇത്രയും വലിയൊരു പുഴയാണ് ഭവാനിപ്പുഴ. കാണാവുന്നതാണ്. ഒരു കാലത്ത് ഇതിൽ കൂടെയൊക്കെ വെള്ളം പോയിക്കൊണ്ടിരുന്നൊരു സ്ഥലമാണിത്. നമുക്ക് ഈ കല്ല് കണ്ടാൽ തന്നെ അറിയാം. ഒരു കാലത്ത് ഇതിൽ കൂടെയൊക്കെ എന്താ പറയുക, വെള്ളം സമൃദ്ധമായി ഒഴുകിക്കൊണ്ടിരുന്ന ഒരു പുഴയുടെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഇപ്പോൾ ആകെ വെള്ളം എന്ന് പറയുന്നത് ഒരു സൈഡ്, ഒരു കുറച്ച് ഇത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ വറ്റി വന്നുകൂടാ. എന്നാലും ഇവിടെ ഒരുപാട് പേര് കുളിക്കാനൊക്കെ വരുന്നൊരു സ്ഥലമാണ്. മീൻ പിടിക്കുന്ന ആൾക്കാരുണ്ട്. പാലക്കാട് ജില്ലയിലൂടെ ഒഴുകി കൽക്കണ്ടിയൂർ എന്ന പ്രദേശത്ത് വെച്ച് തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന ഒരു നദിയാണ് ഈ നദി. തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ നദികളിൽ ഒന്നാട്ടോ ഈ കാണുന്ന ഭവാനിപ്പുഴ. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഭവാനിപ്പുഴയുടെ പിന്നിൽ ഒരുപാട് കഥകളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളിവിടെ വന്നപ്പോൾ നിങ്ങൾക്ക് കണ്ടാലറിയാം. ഇത് കണ്ടോ, വൺ സൈഡ് വെള്ളം ഇല്ല. അതായത് ഈ പുഴ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇത് ഒരു കാലത്ത് വലിയൊരു പുഴയായിരുന്നു. ഇപ്പം നമ്മൾ ഈ കാണുന്നത് പോലെ പുഴയിൽ വെള്ളമൊന്നുമില്ല. വൺ സൈഡ് ഇത് കുറച്ച് ഈശയാണ് വെള്ളം ഒഴുകുന്നത്. ഇത് കണ്ടോ, ആകെ കുറച്ച് വെള്ളം ഒഴുകുന്നുള്ളൂ. ഈ പുഴയെ ആശ്രയിച്ച് ഒരുപാട് പേര് ജീവിക്കുന്നുണ്ടെന്ന് എവിടുന്ന് കണ്ടാൽ മനസ്സിലാവും. കാരണം അപ്പുറത്ത് ഒരുപാട് പേര് കുളിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവിടെ മീൻ പിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പേരുടെ എന്താ പറയുക, ഈ ഏരിയയിൽ ഒരുപാട് കൃഷി നടക്കുന്നുണ്ട്. ഞങ്ങൾ വന്നപ്പോൾ ചോളം കൃഷി കണ്ടായിരുന്നു. അതേപോലെ തന്നെ സൂര്യകാന്തിയുടെ കൃഷി കണ്ടായിരുന്നു. അതേപോലെ തന്നെ അങ്ങനെ ഒരുപാട് കൃഷികൾ കണ്ടായിരുന്നു. അപ്പോൾ ഈ കൃഷികളൊക്കെ ആശ്രയിച്ചിരിക്കുന്നത് ഈ വെള്ളത്തെയാണെന്ന് തോന്നുന്നു.
അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഇത് കാണുമ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ഈ പുഴയുടെ ഒരു അവസ്ഥ കാണുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നിലെ കാര്യം ഓർക്കുമ്പോൾ നമുക്ക് ഭയങ്കര വണ്ടറായി പോവാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് പേര് ഈ പുഴ കാണാൻ വരുന്നുണ്ട്. കൂടുതലും തമിഴ്നാട്ടിൽ നിന്നാണ് ആൾക്കാർ കൂടുതലും വരുന്നത്. ഇപ്പോൾ അവിടെ നിങ്ങൾക്ക് കണ്ടാലറിയാം, പിള്ളേർ ഈ എന്താ പറയുക മുകളിൽ നിന്നും പാറക്കല്ലെടുത്തിട്ട് പുഴയിലേക്ക് എറിഞ്ഞ് കളിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ കുറേ പേര് കുളിക്കാനായിട്ട് ഈ പുഴയെ ആശ്രയിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ നാട്ടുകാർ മാത്രമല്ല, പുറത്തുനിന്ന് വരുന്ന ഈ ആൾക്കാർ, പുഴ കാണാനായിട്ട് വരുന്ന ആൾക്കാർ പോലും പുഴയിൽ വന്ന് കുളിച്ചിട്ടാണ് പോകുന്നത്. അത്രയും നല്ലൊരു വെള്ളമാണ് ഇത് കണ്ട, അത്രയും നല്ലൊരു വെള്ളമാണ് ഈ പുഴയിലൂടെ ഒഴുകുന്നത്. എന്താ പറയുക, നല്ല രസമാണ് കാണാൻ, നല്ല രസമാണ്. ഇപ്പം ഇത്രയും വലിയൊരു പുഴ, അതായത് ഇവിടുന്ന് അങ്ങോട്ട് തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഇവിടെ നിന്നും ഇപ്പോൾ അങ്ങോട്ടേക്ക് ഒരുപാട് എന്താ പറയുക ദൂരമുണ്ട്. അപ്പം ഇവിടുന്ന് ഇത്രയും മാത്രമേ വെള്ളമുള്ളൂ. നിങ്ങൾ കാണുന്ന ഇത്രയും മാത്രമേ വെള്ളമുള്ളൂ. ഇതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് കണ്ടാലറിയാം പാറക്കല്ലുകൾ, ചെറിയ ചെറിയ വെള്ളാരം കല്ലുകൾ. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാലറിയാം, ഒരു കാലത്ത് ഇവിടെയൊക്കെ വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നൊരു സ്ഥലമാണിത്. വെള്ളം ഒഴുകിക്കൊണ്ടിരുന്ന സ്ഥലത്ത് നിന്നും പെട്ടെന്ന് വെള്ളം അപ്രതീക്ഷിതമാകുമ്പോൾ ഉള്ള ഒരു അവസ്ഥയാണ് ഈ കാണുന്നത്. എന്നാലും ഇപ്പോഴും ഒരുപാട് വെള്ളം ഈ പുഴയിലുണ്ട്. അട്ടപ്പാടി പ്രതീക്ഷിച്ചാണ് വന്നത്, അട്ടപ്പാടി കണ്ടു പോവാം എന്നുള്ളൊരു ഇതിലായിരുന്നു ഞങ്ങൾ ഇരുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഉണ്ട് ഭവാനിപ്പുഴ അടുത്താന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഇവിടെ കയറിയതാണ്. പക്ഷേ എന്താ പറയുക, നല്ല രസമുണ്ട്, കാണാൻ നല്ല രസമുണ്ട്. അതിമനോഹരമായ കാഴ്ചകളാണ് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുക. അപ്പോൾ അട്ടപ്പാടി വരുന്നവർ തീർച്ചയായിട്ടും മസ്റ്റായിട്ടും കാണേണ്ട ഒരു സ്ഥലമാണ് ഭവാനിപ്പുഴ. അതേപോലെ തന്നെ ഈ വഴികളിലൊക്കെ നിങ്ങൾ പുഴയിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് സഞ്ചരിക്കുക, ഉള്ളിലൂടെയൊക്കെ നിങ്ങളൊന്ന് ഇറങ്ങി നടക്കുക. അപ്പം നല്ലൊരു പീസ്ഫുൾ മൈൻഡായിരിക്കും നിങ്ങൾക്ക് അനുഭവപ്പെടുക. അതേപോലെ തന്നെ നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് നല്ലൊരു പ്രകൃതി രമണീയമായൊരു സ്ഥലമാണ്. അതായത് റോഡിന് ഇരുവശത്തും നല്ല പച്ചപ്പ് പൊടിച്ച നല്ല എന്താ പറയുക നല്ലൊരു സ്ഥലമാണ് നമുക്ക് കാണാൻ കഴിയുക. അതേപോലെ തന്നെ ഒരുപാട് പേര് ഇവിടെ കുളിക്കുന്നുണ്ട്. ഇതിൽ കൂടെയൊക്കെ ഒന്ന് നടക്കുമ്പോൾ നല്ലൊരു എനർജിയാണ്, ഒരു പോസിറ്റീവ് എനർജിയാണ്. പിന്നെ നിങ്ങൾക്ക് ഇത് കണ്ട, നിങ്ങളിവിടെ വരുമ്പോൾ മുകളിൽ നിന്നും പാലത്തിൽ നിന്നും നിങ്ങൾ താഴത്തേക്ക് ഇറങ്ങി നിങ്ങൾ ഇവിടെ ആസ്വദിക്കുക. അല്ലാതെ നിങ്ങൾ പാലത്തിൽ നിന്ന് കണ്ടിട്ട് പോകരുത്, താഴത്തേക്ക് ഇറങ്ങണം. ഇത് വലിയൊരു എനർജറ്റിക് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇപ്പം ഇതിൻ്റെ മുകളിൽ ഇത്രയും വലിയൊരു പാലം വന്നത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ചിന്തിച്ചു കൂടാ ഇതിൻ്റെ പുഴയുടെ വലിപ്പം എന്തോരം ഉണ്ടെന്നൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഇത്രയും വലിയൊരു പുഴയാട്ടത് ഭവാനിപ്പുഴ. അതുപോലെ തന്നെ ഒരുപാട് വറ്റി വരണ്ട പ്രദേശങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്ന് സങ്കല്പിച്ച് നോക്കി നിങ്ങൾ, ഒരു കാലത്ത് നിറഞ്ഞൊഴുകിയിരുന്ന ഈ സ്ഥലമൊക്കെ ഇപ്പോൾ വറ്റി വരണ്ട് കിടക്കുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതും തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ നദികളിലൊന്നായ ഭവാനിപ്പുഴ. കേരളത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് ഭവാനിപ്പുഴ. നിങ്ങളിവിടെ വരുമ്പോൾ ഈ കാണുന്ന പോലെ മുകളിൽ നിന്ന് കാണരുത്, താഴത്തേക്ക് ഇറങ്ങണം. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇറങ്ങാനായിട്ടുള്ള വഴിയുണ്ട്. ഭവാനിപ്പുഴയിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് മുകളിലേക്ക് നിന്നിട്ട് താഴത്തേക്ക് നടന്നു വരണമെങ്കിൽ അങ്ങനെ നടന്നു വരാം നിങ്ങൾക്ക്. അല്ല നിങ്ങൾക്ക് താഴത്തേക്ക് ഇറങ്ങി വരണമെങ്കിൽ അങ്ങനെ ഇറങ്ങി വരാം. ഇപ്പോൾ നമുക്ക് മുകളിൽ നിന്ന് ഇറങ്ങി വരാനുള്ള വഴി എന്ന് പറയുന്നത് ഇതാണ്. ഇത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ പാലത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ സൈഡിൽ വണ്ടി നിർത്തണമെങ്കിൽ നിർത്താം. അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വരണമെങ്കിൽ നടന്നു വരാം. വലിയ ദൂരമൊന്നുമില്ല, 100 മീറ്റർ ഉള്ളൂ. അല്ല നിങ്ങൾക്ക് ഇങ്ങോട്ട് വണ്ടി ഇറക്കണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന സ്ഥലമാണ്. നമുക്ക് അത്ര വലിയ സ്പേസ് ഒന്നുമില്ല, പിന്നെ അത്ര കഷ്ടപ്പെട്ട് ഇറക്കണം എന്നൊന്നുമില്ല. മുകളിൽ നിർത്തിയാലും മതി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നടന്നു വന്ന് കാണാവുന്നേ ഉള്ളൂ. ചിലപ്പോൾ വണ്ടി അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് താഴത്തേക്ക് ഇറക്കാൻ ചെറിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. കാരണം കല്ലുകളുണ്ട്, ഇത് കണ്ടോ, വലിയ വലിയ കല്ലുകളുണ്ട്. അപ്പോൾ ഇറക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടും. അതിനും ഭേദം മുകളിൽ നിർത്തുന്നതായിരിക്കും നല്ലത്. പിന്നെ പുഴയുടെ ചുറ്റും കാടുകളായിരിക്കും ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയാവുന്നതാണ്. ഇത് കണ്ടോ, നമുക്ക് ആ അറ്റം വരെ വേണമെങ്കിൽ പോയി നടന്നിട്ട് വരണമെങ്കിൽ വരാം. അതിനപ്പുറത്താണ് ഈ പറഞ്ഞ പോലെ പുഴയിൽ വെള്ളം ഒഴുകുന്ന ഒരു സ്ഥലം വരുന്നത്. അതേപോലെ തന്നെ ഈ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ പണ്ട് വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നൊരു സ്ഥലമാണ്. ഇപ്പോൾ വെള്ളം കുറവാണ്, ചുറ്റും കാടുകളാണ്. ഇത് കണ്ടോ, വണ്ടികൾ ഇറക്കിയിരിക്കുന്നതാണ് ഈ കാണുന്നത്. അധികം വണ്ടികളൊന്നും ഇല്ല ഇതിൽ. കൂടുതലും തമിഴ്നാട്ടിൽ നിന്നാണ് ആൾക്കാർ വരുന്നത്.
കേരളത്തിൽ നിന്നും ഉണ്ട്, ഇല്ല എന്നല്ല, എന്നാലും കൂടുതലും തമിഴ്നാട്ടിൽ നിന്നായിരിക്കും ഇവിടേക്ക് ആൾക്കാർ വരുന്നത്. തമിഴ്നാട്ടിൽ നിന്നും വലിയ ദൂരമൊന്നും ഇല്ലല്ലോ ഇങ്ങോട്ട്. അട്ടപ്പാടിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മസ്റ്റായിട്ടും കാണേണ്ട, നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഭവാനിപ്പുഴ. നിങ്ങൾ വരുമ്പോൾ ഒരു തോർത്തും കയ്യിൽ പിടിച്ച് വരിക, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുളിച്ചിട്ട് പോവാം. നല്ല ഒരു വെള്ളമാണ് ഇവിടെ, പുഴയാണല്ലോ, എപ്പോഴും ഒഴുകി നടക്കുന്നൊരു വെള്ളമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നൈസായിട്ട് കുളിച്ചിട്ട് പോകാനും പറ്റിയൊരു സ്ഥലമാണിത്. ഇപ്പോൾ നമ്മൾ ഇതുവഴി പോയപ്പോൾ നമ്മളൊരു കാർഷിക വിപണന വിനിമയ കേന്ദ്രമൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഇവിടെ ഇപ്പോൾ ഇതൊരു ഊരാണ്. ഇപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഊരാണ് ഈ പോകുന്ന വഴി. ഇവിടെ ഏകദേശം ഒരു 18 ഊരുകളുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഈ വഴിക്കൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ ഇത് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 18 ഊര് ഇവിടെ ഉണ്ട്. കർഷകരുടെ എണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ എന്തോരം ഉണ്ടെന്ന് അതിൻ്റെ ഒരു അളവൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ ഊരിലേക്ക് നമുക്ക് അങ്ങോട്ട് പ്രവേശനം ഉണ്ട് ശരിക്കും പറയാം. പക്ഷെ ഞങ്ങൾ ഇപ്പം തന്നെ സമയം ഒരുപാട് ലേറ്റായി, അതുകൊണ്ട് നമ്മൾ ഊരിലേക്ക് പോകുന്നില്ല. പോണ വഴിക്ക് വേറെ വിശേഷങ്ങളും ഞങ്ങൾക്ക് എടുക്കാനുള്ളത് കൊണ്ട് അകത്തേക്ക് കയറുന്നില്ല. അപ്പം നിങ്ങൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ നിങ്ങൾ ഈ ഊരൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി പോവുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. കാരണം 2 സൈഡും പച്ചപ്പ് നിറഞ്ഞ സ്ഥലമാണ്. ഇവിടെ കൂടുതലും നല്ലൊരു പ്രകൃതി മനോഹരമായൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ നല്ല നല്ല കൃഷികളുണ്ട്. ഞങ്ങൾ കുറേ കൃഷികൾ കണ്ടായിരുന്നു. അതേപോലെ നല്ല നല്ല കൃഷികളുണ്ട്. അപ്പം നിങ്ങൾക്ക് അത് കാണാൻ പറ്റും, അത് ആസ്വദിച്ച് വരാൻ പറ്റും. ഇത് അടച്ചിട്ടിട്ട് കുറേ നാളായി തോന്നുന്നു. വളരെ ശോചനീയമായൊരവസ്ഥയാണ്. എന്താണോ വേറെ എങ്ങോട്ടേലും മാറ്റിയിട്ടൊക്കെ ഉണ്ടാവും തോന്നുന്നു. എന്തായാലും നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളിത് പോണ വഴിക്ക് വേറൊരു നല്ലൊരു കാഴ്ച കാണാനിടയായിട്ട് ഇത് കണ്ടോ. ഇപ്പം നമ്മളിത് ഇതിൽ കൂടെ അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒത്ത നടുക്കിലൊരു വീട്. എന്താ അല്ലേ ഈ സാധനം കേട്ടോ. ഇതിൻ്റെ പേര് കറക്റ്റ് എന്താ, ഇത് എന്തൊരു സാധനം, പ്ലാവാണോ? ഇത് കണ്ടിട്ട് പ്ലാവിൻ്റെ ഇലയാന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് അറിയില്ല. നിങ്ങൾ അറിയാവുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൽ ഒന്ന് കമൻറ്റിലൊന്ന് മെൻഷൻ ചെയ്തോട്ടോ. ഇതെന്താ സംഭവം എന്ന് എനിക്ക് കറക്റ്റ് പിടുത്തം കിട്ടിയിട്ടില്ല. ഒരുപാടുണ്ട് ഇവിടെ. നമുക്ക് പിന്നെ അകത്ത് കയറി കാണണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ പറ്റത്തില്ല. ഇത് കണ്ടോ, എർത്ത് കമ്പി കൊടുത്തിരിക്കുക. ഇപ്പോൾ ഈ ഏരിയയിൽ ഒരുപാട് ഏരിയയിൽ ഇതേപോലെ തന്നെ എർത്ത് കമ്പി കൊടുത്തിട്ടുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, ചിലപ്പോൾ ഒരു പക്ഷേ കാട്ടാനയുടെ ശല്യം ഇവിടെ ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. അതേപോലെ തന്നെ നല്ല പ്രകൃതി രമണീയമായൊരു സ്ഥലമാട്ടത്. നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ ഇതിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് തെങ്ങും തോപ്പുകൾ കാണാൻ പറ്റും കേട്ടോ. അതേപോലെ തന്നെ കവുങ്ങും ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. പിന്നെ പനയുണ്ട് കുറച്ചുണ്ട്, വഴിച്ചകളിലൊക്കെ കുറേ കണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരുപാട് മരങ്ങൾ ഇവിടെ ഉണ്ട്. കൃഷികൾ ഒരുപാടുള്ളൊരു സ്ഥലമാണിത്. നല്ല രസമുണ്ട് കാണാൻ. മൊത്തം നടുക്ക വീട്, അതിന് ചുറ്റും ഈ മരം. ഇത് എന്ത് മരമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളത് കണ്ടുപിടിച്ചോ. കുറച്ചും കൂടി അടുത്ത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. പ്ലാവാണോ എന്നൊരു ഡൗട്ടുണ്ട്, എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഇനി ചെടിയാണോ എന്ന് ചോദിച്ചാൽ അതും അറിയത്തില്ല. പക്ഷെ അപ്പുറത്ത് കുറേ പൂക്കളുണ്ട്, ഇതുണ്ടോ, ചെടികളുണ്ട്. അതിൻ്റെ ബാലൻസ് ആണോ, അതേപോലെ വല്ല ചെടിയാണോ എന്നും അറിയത്തില്ല. അറിയാവുന്നവരൊന്ന് താഴെ മെൻഷൻ ചെയ്തോളൂ. ഇത് കണ്ടോ, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ, നല്ല പച്ചപ്പുണ്ട്. അപ്പോൾ ഞാൻ കുറേ നേരം പുറത്ത് നിന്നിട്ട് എനിക്ക് ഇതിൻ്റെ അകത്ത് കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം ഇത് നല്ല രസമുണ്ട് കാണാനായിട്ട്, ഈ വീട് ഇതിൻ്റെ ഒത്ത നടുക്കിൽ. അപ്പോൾ അങ്ങനെ കാണാൻ ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ നൈസായിട്ട് ഇതിപ്പോൾ ഇവിടെ പണിക്കാർ നിൽക്കുന്ന ഒരു സ്ഥലമാട്ടോ ഇത് ഈ കാണുന്നത്. ഇതിൻ്റെ ചുറ്റും ഈ ഇത് ചെടിയാണോ മരമാണോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഇതിൻ്റെ ചുറ്റും റോട്ടിൽ നോക്കുമ്പോൾ ഇതാണ് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ വീടും കൂടി ആകുമ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ബായിയോട് ഞാൻ ചോദിച്ചപ്പോൾ ബായി പറഞ്ഞു അകത്ത് കയറി കണ്ടോളാൻ പറഞ്ഞു, പ്രശ്നമില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ കമ്പിവേലി കെട്ടിയിട്ടുണ്ടായിരുന്നു, അത് പേടിച്ചിട്ടാണ് ഞാൻ അകത്ത് കയറാതിരുന്നത്. എന്തായാലും നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ ബായിക്ക് ഇഷ്ടമായി. അപ്പോൾ ബായി ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നൊരു വീഡിയോ ഒക്കെ എടുക്കാൻ പറഞ്ഞു. നമ്മൾ വീഡിയോ ഒക്കെ എടുത്തായിരുന്നു. അപ്പോൾ ബായി നമ്മളോട് ചോദിച്ചു യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ഒന്ന് പറഞ്ഞു തരുമോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ബായി ഭയങ്കര സന്തോഷം. എന്നിട്ട് നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ. നെറ്റൊക്കെ ഓപ്പൺ ചെയ്തിട്ടുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ഓപ്പൺ ചെയ്യാൻ നോക്കിയിട്ട് കിട്ടണില്ല എന്ന് തോന്നുന്നു. എന്നാലും അടിപൊളിയായിട്ടുണ്ട്. ബായിക്ക് എന്തായാലും നമ്മുടെ യൂട്യൂബ് ചാനലൊന്ന് പറഞ്ഞു കൊടുക്കാം. എന്തായാലും ബായിയുടെ സപ്പോർട്ട് കൂടി ഈ സ്ഥലത്ത് കയറാൻ പറ്റി. ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. നമുക്കത് ഭയങ്കര നല്ല രസമുണ്ട് കാണാനായിട്ട്. നമ്മളിതിൻ്റെ ഒത്ത നടുക്കിൽ ആ വീട്, അതിനപ്പുറത്തേക്കും നല്ല രസം കാണാൻ. പിന്നെ ഈ മരങ്ങളെല്ലാം കൂടി അടിപൊളി, എന്ത് രസമായിരിക്കും അല്ലേ.
സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഉള്ളത് സൈലൻറ്റ് വാലിക്ക് തിരിയുന്ന മുക്കാലി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു അടിപൊളി കട കണ്ടായിരുന്നു. സ്പൈസി വേൾഡ് എന്നും പറഞ്ഞിട്ടാണ് ഇവിടെ കടയുടെ പേര് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കിയപ്പോൾ ഞങ്ങൾക്കൊരു തേൻ വേണം, ചെറുതേൻ വേണമെന്നൊരാഗ്രഹം. അങ്ങനെ ഞങ്ങൾ നോക്കി, ഇവിടെ പോയി അന്വേഷിച്ചപ്പോൾ ചേട്ടൻ നമ്മളോട് പറഞ്ഞത് ഇവിടെ ഇരിക്കുന്ന ഒരു 90% സാധനങ്ങളും ഇവർ തന്നെ ഉണ്ടാക്കുന്നതാണ് എന്നാണ് പറഞ്ഞത്. ഇവിടെയുള്ള ഐറ്റംസ് എന്ന് പറയുന്നത് മധുരനെല്ലിക്കയുണ്ട്, ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഉണ്ട്, റാഗി ഉണ്ട്, അലോവരജിലുണ്ട്, കാട്ടുതേനുണ്ട്, നവരരി ഉണ്ട്. ഇപ്പോൾ ഒരു 90% സാധനങ്ങളും ഇവിടെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ചോക്ലേറ്റ് ഇവിടെ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. അതേപോലെ തന്നെ തേനിൻ്റെ ഒരു സെക്ഷൻ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് തേൻ വരുന്നത്. ചേട്ടാ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ തന്നെ ചേട്ടാ. ചെറുതേൻ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മതി 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 നല്ല കട്ടി, നല്ല. ഇതൊന്ന് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ചെറിയൊരു കയ്പ്പുണ്ടല്ലോ, അതിൻ്റെ കയ്പ്പ് എന്ന് പറയുന്നത് ഒറിജിനാലിറ്റി ആണല്ലേ? ചേട്ടൻ പറഞ്ഞത് ഇതിനൊരു ചെറിയൊരു പുളിപ്പും ചവർപ്പും ഒരു കയ്പോട് കൂടിയുള്ള ടേസ്റ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനർത്ഥം അത് അത്രയും പ്യുവറാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കയറി കഴിഞ്ഞാൽ ഒരുപാട് നാച്ചുറൽ ആയിട്ടുള്ള ഐറ്റംസ് കാണാൻ പറ്റും. ഇവിടെ ഒരുവിധം 90% നാച്ചുറൽ ആയിട്ടുള്ള ഐറ്റം, 95% നാച്ചുറൽ ആയിട്ടുള്ള ഐറ്റംസാണ്. അട്ടപ്പാടി തേൻ, ഗ്രീൻ ടീ, മുളയരി, നവരരി, ഡ്രൈ ഫ്രൂട്ട്സ്, പുൽത്തൈലം, തേൻ നെല്ലിക്ക. ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇത് മധുര നെല്ലിക്കയാണ് ഈ കാണുന്നത്. അതേപോലെ നെല്ലിക്ക കാന്താരി, അതേപോലെ സോപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അട്ടപ്പാടി സൈലൻറ്റ് വാലി അവിടേക്ക് വരുന്ന ആൾക്കാർ മസ്റ്റായിട്ട് ഒന്ന് കയറി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നാച്ചുറലായിട്ടുള്ള ഐറ്റംസാണ് 95%. നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഞങ്ങളും ട്രൈ ചെയ്ത് നോക്കിയതാണ്. നമ്മളിവിടെ കയറുമ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് ഇത് കണ്ട വലിയൊരു ആർട്ടിഫിഷ്യൽ കൂടുണ്ട് കേട്ടോ. അതിനോട് ചേർന്ന് തന്നെ ചെറിയ കൂടുകളുണ്ട്, കിളിക്കൂടുകളുണ്ട്. അതേപോലെ തന്നെ ഇവിടെ മില്ലറ്റുകളുണ്ട് കേട്ടോ, ഒരുപാട് മില്ലറ്റുകളുണ്ട്. ഇത് കണ്ട, ഇത് ഓർഗാനിക് ആയിട്ടുള്ളതാണ്, മൾട്ടി മില്ലറ്റാണ്. അതേപോലെ തന്നെ ഇത് കണ്ട ചാമ, തെന, കുതിരവാലി, കമ്പ്, മുള, ഒരുപാട് മില്ലറ്റുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇപ്പുറത്തുണ്ട് മണിച്ചോളം. റേറ്റ് അങ്ങനെ വലിയ റേറ്റ് ഒന്നും കാണാനില്ല. 500 ഗ്രാമിന് 90 രൂപയാണ് വരുന്നത്. അതേപോലെ ഏത്തക്ക പൗഡർ ഉണ്ട് ഇവിടെ, ചായപ്പൊടി ഉണ്ട്, പിന്നെ അട്ടപ്പാടി കൂർന്നും പറഞ്ഞിട്ട്. പിന്നെ അതേപോലെ തന്നെ വൈനുണ്ട്, അല്ല ഫ്രൂട്ട് ഡ്രിങ്ക് ആണ് വരുന്നത്, ഗ്രേപ്പിൻ്റെ. പിന്നെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ അവിടെ നമുക്ക്. അതേപോലെ തന്നെ ഇത് ചോളം ഉപ്മാവ്, ചോളം പുട്ട്, ചാമ പുട്ട്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. നമ്മളിത് അവിടുന്ന് ഇപ്പോൾ കുറച്ചും കൂടി ഇങ്ങോട്ട് മേളിലേക്ക് കയറിയപ്പോൾ ഇത് കണ്ട എൻ്റെ പൊന്നു, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ചെടികളൊക്കെ കുറവാട്ടോ. ഇത് പറിച്ചിട്ട് പോയാലെന്നുണ്ട്, പക്ഷേ ഇതെങ്ങനെയാണ്, വേരായിരിക്കൂലേ. നല്ല രസമുണ്ട് കേട്ടോ ഈ ചെടി കാണാൻ, അടിപൊളിയായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഇപ്പോൾ നമുക്കിത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ചോളം കൃഷി ഉണ്ട് കേട്ടോ. ഇത് ഇവർ ചെടിയല്ലേ, അപ്പോൾ കുറേ നട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ചോളം കൃഷി ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് കണ്ടോ, ഒരുപാട് ചോളം ഉണ്ട് കേട്ടോ. ഭയങ്കരമായിട്ടുള്ളൊരു ചോളം കൃഷിയുള്ളൊരു സ്ഥലം കൂടിയാണിത്. അട്ടപ്പാടിയിൽ നിന്ന് വരുമ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. മുകളിലേക്കും ഉണ്ട്. പിന്നെ ഇവിടെ കാട്ടാനകളുടെ ശല്യം ഉണ്ടെന്നാണ് പറഞ്ഞത്. കാട്ടാനകൾ ഇടയ്ക്ക് ഇങ്ങനെ വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവർ ചെറിയ കമ്പിവേലിയൊക്കെ ഇപ്പോൾ അവിടെയും അപ്പുറത്തേക്കായിട്ട് ചെറിയ ചെറിയ കമ്പിവേലികളൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമുക്കും അങ്ങോട്ട് അധികം ഇറങ്ങാൻ പറ്റില്ല, കമ്പിവേലി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടുന്ന് വരുമ്പോൾ നമുക്ക് ഈ ഒരു വഴി ഒരു എന്താ പറയുക, ഒരു പ്രത്യേക വൈബാട്ടോ. ഒരു കോൺക്രീറ്റ് ഇട്ട വഴിയാണ്. അത് ഗവൺമെൻറ് പണിത് കൊടുത്ത ഈ ആൾക്കാർക്ക് വേണ്ടി നല്ലൊരു സഞ്ചാരപാത പണിത് കൊടുത്താണ് ഗവൺമെൻറ്. പക്ഷേ ഈ വഴി നല്ല രസമുണ്ട് കാണാൻ. ഒരു ചെറിയ ഒറ്റ വണ്ടി പോകാനുള്ളൊരു വീതിയുള്ളൂ ഈ വഴിക്ക്. എങ്കിൽ പോലും ഈ വഴി കൂടെ യാത്ര ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമാണ്, നല്ലൊരു വൈബാണ്. അതേപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് നേരെ നമുക്ക് ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോയി തിരിച്ച് അങ്ങോട്ട് പോയി നമുക്ക് അങ്ങനെ കറങ്ങി 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 അപ്പുറത്തിന് ഭവാനിപ്പുഴയിലേക്ക് എത്തണം. അപ്പോൾ അങ്ങോട്ട് പോവാം. പിന്നെ ഇവരുടെയൊക്കെ വീടിൻ്റെ പരിസരത്ത് മൊത്തം എന്തെങ്കിലുമൊക്കെ ചെടികളുണ്ടാവും കേട്ടോ. എല്ലാ വീടിൻ്റെ പരിസരത്തും ഉണ്ട് എന്തെങ്കിലുമൊക്കെ ചെടികൾ, നല്ല നല്ല ചെടികൾ, നല്ല ഭംഗിയുള്ള പൂക്കളുള്ള ചെടികളുണ്ടാവും. ഇതെന്തൊരു വെറൈറ്റി സാധനം, എന്താണോ
അങ്ങനെ കുറേ ചെടികൾ ഇവരുടെ മിക്ക വീടിൻ്റെ പരിസരത്തുണ്ടാവും കേട്ടോ. അതേപോലെ തന്നെ ആ എൻഡിൽ കണ്ട ഞാൻ കാണിച്ചുതരാം. ഇത് കണ്ട നല്ല മഞ്ഞ പൂക്കൾ, നല്ല അടിപൊളി രസമാണ് കേട്ടോ ആ ചെടി കാണാനായിട്ട്, അതിൻ്റെ പൂക്കൾ കാണാനായിട്ട്. നമ്മൾ സൂര്യകാന്തിയാണെന്ന് വിചാരിച്ച് സംശയിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു സൂര്യകാന്തി അല്ല, സാധാ ചെടിയാണെന്ന് പറഞ്ഞു.